തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 41 42 വാക്യങ്ങളാണ്. ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിൻ്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരയണമേ. യഹോവയായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ, നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ ത്യജിച്ചു കളയരുതേ. നിന്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണമേ. ദൈവാലയ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ ശലോമോൻ ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നാം ശ്രദ്ധിച്ചത്. ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയവും വിശ്വാസവും ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കാം. അർത്ഥവത്തായ 5 കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ സാമീപ്യമാണ് ശലോമോൻ ആഗ്രഹിക്കുന്നത്. കൈപ്പണിയായ മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് ശലോമോന് നന്നായി അറിയാം. സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ എന്ന് 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി പണിതിട്ടുള്ള ഈ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നില്ലെങ്കിൽ അതെത്ര മനോഹരമാണെങ്കിലും ശൂന്യമാണ്. ദൈവജനം വസിക്കുന്നിടത്താണ് ദൈവം വസിക്കുന്നത്. ദൈവജനം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കൂടി വരുന്നിടത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ദാവീദിൻ്റെ പ്രാർത്ഥനയിലും നമുക്കിത് ദർശിക്കാം. ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ശലോമോൻ ദൈവ സാന്നിധ്യം കൊതിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ് നീയും നിന്റെ ബലത്തിൻ്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കണം. രക്ഷാവസ്ത്രം ദൈവം നൽകുന്നതാണ്. രക്ഷാവസ്ത്രം ധരിച്ചവർക്കല്ലാതെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവകാശമില്ല. പഴയ നിയമ മഹാപുരോഹിതൻ മാർപ്പതക്കത്തിൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ പേർ കൊത്തുകയും ഉറീമും തുമ്മീമും വയ്ക്കുകയും വേണം എന്ന് വ്യവസ്ഥയുണ്ട്. ഉറീമും തുമ്മീമും എന്ന് പറഞ്ഞാൽ അത് വെളിപ്പാടും സത്യവുമാണ്. അത് ധരിച്ചുകൊണ്ട് മാത്രമേ ഇസ്രയേൽ ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പാടുള്ളൂ. അവർ ദൈവത്തിൻ്റെ സത്യങ്ങളെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാണ്. കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിക്കാൻ കഴിയില്ലല്ലോ. രക്ഷാവസ്ത്രം ധരിച്ച പുരോഹിതന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രക്ഷയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയൂ. ഇന്ന് പുരോഹിതന്മാർ എന്ന് അവകാശപ്പെടുന്ന അനേകരും രക്ഷാവസ്ത്രം ധരിക്കാത്തവരാണ്. അവരുടെ രക്ഷയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. പാപമോചനത്തിന് എന്ന് പറഞ്ഞ് മാമോദീസ കൊടുക്കുമെങ്കിലും തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഉടനീളം ജീവിതകാലം മുഴുവൻ മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായവർക്ക് അന്ത്യകൂദാശ നൽകും, എന്നിട്ടും അവർ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ല. പിന്നെയും മരണാനന്തര ചടങ്ങുകളും പ്രാർത്ഥനകളുമായി തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഉറപ്പില്ലാത്ത ഒന്നല്ല ദൈവം നൽകുന്ന രക്ഷ. ക്രൂശിൽ വെച്ച് അനുദപിച്ച കള്ളന് അവൻ്റെ അന്ത്യയാത്ര പർദീസയിലേക്കാണ് എന്ന് ഉറപ്പുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആ നിമിഷം തന്നെ ആ കള്ളന് ആത്മവിശ്വാസത്തോടുകൂടെ താൻ പർദീസയിലേക്കാണ് പോകുന്നത് എന്നുള്ള ഉറപ്പോടുകൂടെ മരണത്തിലേക്ക് നീങ്ങുവാൻ കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് എന്ന് ഉറപ്പുണ്ടായിരിക്കണം. അതാണ് പ്രത്യാശാനിർഭരമായ ജീവിതം. മൂന്നാമത്തെ പ്രാർത്ഥന, നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കണമെന്നുള്ളതാണ്. ദൈവം നൽകിയ ഏറ്റവും വലിയ നന്മ എന്താണ്? ഈ ഭൂമിയിൽ കാറും ബംഗ്ലാവും ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷകരുമുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നതേയുള്ളൂ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ ദൈവപുത്രൻ, അതാണ് പറഞ്ഞു തീരാത്ത ദാനം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. അതിൽ നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാലാമത്, ശലോമോൻ നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ ത്യജിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശലോമോൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ് ഉന്നയിക്കുന്നതെങ്കിലും യഥാർത്ഥ അഭിഷക്തൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനും കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാർക്ക് വിടുതലും ദുഃഖിതന്മാർക്ക് ആശ്വാസവും നൽകുവാൻ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ മുഖത്തെ ആദരിക്കാതെ തുപ്പലിനും നിന്ദയ്ക്കും ഏൽപ്പിച്ചു കൊടുത്ത ചരിത്രം നമുക്കറിയാം. അല്പസമയത്തേക്ക് ആ മുഖത്തെ ആദരിച്ചില്ല. എന്തിനു വേണ്ടി? നമ്മെ ആദരിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ. ശലോമോൻ തൻ്റെ പാപനിമിത്തം ആദരിക്കപ്പെടാതെ പോയി. എന്നാൽ കർത്താവ്
നമ്മുടെ പാപനിമിത്തം ആദരിക്കപ്പെട്ടില്ല. പകരം കർത്താവ് നമ്മുടെ മുഖത്തെ ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കടന്നുപോയി. അന്ന് നിന്ദിച്ചവരെല്ലാം ഇന്ന് വന്ദിക്കുന്ന സർവാരാധ്യനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഒടുവിലായി ദാവീദിനോടുള്ള നിന്റെ കൃപകളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രവചനാത്മകമായ ഒരു പ്രാർത്ഥനയാണ്. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ കൃപ വളരെ വലുതാണ്. കാരണം ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴുന്ന ഒരു രാജാവുണ്ടാകും. അവൻ നീതിയോടെ നീണാൾ വാഴും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല. ശലോമോൻ്റെ ഈ പ്രാർത്ഥന സഫലമാകാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധ സഭയെ തന്നോടൊപ്പം ഇരുത്തുവാൻ മടങ്ങി വരും. ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തും. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവ് രാജാതിരാജാവും കർത്താവുമായിരിക്കും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുഖത്തെ അവിടുന്ന് ആദരിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് അവൻ അവിടുത്തെ മുഖത്തെ ആദരിച്ചില്ലല്ലോ. അവിടുത്തെ മുഖം തുപ്പലിനും നിന്ദയ്ക്കും മറച്ചില്ലല്ലോ. കർത്താവേ, ഞങ്ങളുടെ പാപനിമിത്തം ആദരിക്കപ്പെടാതെ പോയെങ്കിലും അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും ഉന്നതനായി വസിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വത്തിനും യോഗ്യനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ.